ഒരു ഭരണാധികാരിക്ക് വേണ്ട ആദ്യ ഗുണം കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പ്രാപ്തിയാണ്, കാര്യശേഷിയാണ്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു വശമാണത്. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ തെളിയിച്ച സംഭവമാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ നടന്ന അപൂർവ സംഗമം. ആരൊക്കെ പങ്കെടുത്തു? മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവിടെ എത്തുന്നു. ഗവർണർ പങ്കെടുക്കുന്നു. അതിനകത്ത് ആർലേക്കർ, പുതിയ കേരള ഗവർണർ പങ്കെടുക്കുന്നു. കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പങ്കെടുക്കുന്നു. അപ്പോൾ ഈ മീറ്റിംഗ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിൽ കെ വി തോമസിന് ചെയ്തതിൽ ഒരു വലിയ റോളുണ്ട്. അദ്ദേഹം എത്ര തവണ കേന്ദ്രത്തിൽ എം പി ആയി, എത്ര തവണ അദ്ദേഹം സംസ്ഥാനത്ത് MLA ആയി, മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, അനുഭവ സമ്പത്ത് എത്രയോ ഉണ്ട്. അങ്ങനെ ഒരാളിനെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ നിയമിച്ചപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് വേസ്റ്റായി പോയി എന്നൊക്കെ പറയുന്ന മാധ്യമ ചർച്ചകളൊക്കെ ഇവിടെ ഒത്തിരി നടന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത്? ആകെ 4 പേര്: കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, കേരളത്തിൻ്റെ ഗവർണർ ആർലേക്കർ, ഗോവാക്കാരനായ ആർലേക്കർ, പ്രൊഫസർ കെ വി തോമസ്. അവിടെ വലിയ ചർച്ച നടന്നു. പ്രാതൽ കഴിച്ചിട്ട് അവർ പിരിഞ്ഞു. മാധ്യമങ്ങൾ കോലുമായിട്ട്, ചാനലുകളെല്ലാം ഇങ്ങനെ നിരന്നു നിന്ന് കേരളത്തിനെതിരെ എന്ത് വാർത്ത കൊടുക്കാൻ പറ്റും? ഒരു കുന്തവും കിട്ടിയില്ല. പ്രാതൽ കഴിച്ച് ചർച്ച നടത്തി പ്രാതൽ കഴിച്ചിട്ട് നിർമ്മല സീതാരാമൻ ഷടോന്നൊരു കാര്യം കയറിപ്പോയി. ഒന്നും പറയാൻ നിന്നില്ല. പിന്നാലെ കെ വി തോമസ് ഇറങ്ങി വന്നു. ഒന്നുമില്ല, ഒരു സൗഹൃദ സംഭാഷണം, അത്രയേ ഉള്ളൂ. ഗവർണറും അത് തന്നെ പറഞ്ഞാൽ, ആർലേക്കറും അത് തന്നെ പറഞ്ഞു. പിന്നെ പിണറായി വിജയനോട് ചോദിക്കാൻ ധൈര്യം പോരാ. കാരണം പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോലിട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടും എന്നറിയാത്തതുകൊണ്ട് പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോടൊന്നും ചോദിച്ചില്ല. ശുഭം. എന്താ കാര്യം? മഞ്ഞുരുകി. കേരളത്തിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക് ഏതറ്റം വരെ പോകും എന്നുള്ള പ്രഖ്യാപനമാണ് കേരള ഹൗസിൽ ഡൽഹിയിൽ നടന്നത്. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടൊരു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവിടേക്ക് വരുമോ? എന്താണ് നടുക്ക് ഗവർണർ ഇരിക്കുന്നത്, കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആർലേക്കർ ഇരിക്കുന്നത്? അത് കൃത്യമായ സന്ദേശമാണ്. ഇതിനകത്ത് ഒരു കാര്യം, അപ്പം ഇനി അടുത്ത ആരോപണം വരും, പിണറായി വിജയൻ ഗവൺമെൻറ് സംഘികളുമായിട്ട് സഖ്യമായി, ദേശീയ BJPയുമായിട്ട് സഖ്യമായി. ചൊറിച്ചിലിനും മരുന്നില്ല, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നതിൽ ചൊറിച്ചിലിനും മരുന്നില്ല. അതാ ഞങ്ങൾ പറഞ്ഞത്, വികസനത്തിന്, നാടിൻ്റെ പുരോഗതിക്ക് ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരി ആ നാടിനുണ്ടാവണം. അത് പിണറായി വിജയന് ആ ഒരു വിൽ പവറുണ്ട്. തമിഴ്നാട് ഭരിക്കുന്ന MK സ്റ്റാലിൻ അതുണ്ട്, അവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. ഇപ്പം അമേരിക്ക വീണ്ടും പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനതുണ്ട്. സ്വന്തം നാട് പുരോഗമിക്കണം, മുന്നോട്ട് പോകണം. അത് എത്ര ഭരണാധികാരികൾക്ക് ഉണ്ടാകും താല്പര്യം? അതിൻ്റെ ഒരു ചിത്രമാണ്, മുഖചിത്രമാണ് നമ്മൾ ഇന്നലെ കേരള ഹൗസിൽ നടന്ന സംഭവം. ഇപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം ആർക്കാണ്? കോല് കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങൾക്ക്, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്, പിന്നെ ചില യൂട്യൂബർമാർക്ക്. പ്രശ്നം അവർക്കാണ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് സഹായം കിട്ടാൻ, ഇപ്പം തടഞ്ഞു വെച്ച സഹായം ഉൾപ്പെടെ കിട്ടാനുള്ള വളരെ ഗൗരവമുള്ള ചർച്ചകളാണ് കേരള ഹൗസിൽ നടന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ കാര്യത്തിൽ അത് കാണാൻ പറ്റും. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ 5.5 കൊല്ലം ഈ സർക്കാരിനോട് യുദ്ധം ചെയ്ത് ഇപ്പം ബീഹാർ ഗവർണറായിട്ട് പോയി. പക്ഷെ ആർലേക്കർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് കൃത്യമായ പൊളിറ്റിക്സ് ആണ്. എന്താണ്? ആർലേക്കറിന് സ്കൂളിൽ പോകുന്ന കാലം മുതൽ കാക്കി നിക്കറിട്ട് പോയ ആർലേക്കർ, ഗോവാക്കാരനായ ആർലേക്കറിന് താനൊരു സംഖ്യയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. വെരി സിമ്പിൾ റീസൺസ്, വളരെ ലളിതമായ കാരണങ്ങളേ ഉള്ളൂ.
പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന് 7-8 പാർട്ടി മാറി, കോൺഗ്രസ്, പിന്നെ അത് കഴിഞ്ഞ് മറ്റേത് മറിച്ചത്, പാർട്ടി മാറി വരെ അവസാനം BJP-യിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഗവർണറായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു സംഖ്യയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമായിരുന്നു. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പൊ ബീഹാർ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ സംഖ്യയാണ്, നിങ്ങളെക്കാൾ വലിയ സംഖ്യയാണ് ഞാനെന്ന് നരേന്ദ്രമോദിയെയും RSSനെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ചെയ്തു കൂട്ടിയ കോപ്രായങ്ങളാണ് കേരള ഗവർണർ നിലയിൽ അദ്ദേഹം 5.5 കൊല്ലം കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആർലേർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഗവർണർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നേ സംഖ്യയാണ്, ഞാൻ നിക്കറിട്ട് സംഖ്യയായവനാണ് സ്കൂളിൽ പിടിക്കുമ്പോൾ. എനിക്കാരെയും ബോധ്യപ്പെടുത്തണ്ട, എനിക്ക് നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തണ്ട, ആരെയും ബോധ്യപ്പെടുത്തണ്ട, മോഹൻ ഭാഗവതിനെ ബോധ്യപ്പെടുത്തണ്ട. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ സംഖ്യ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ചുമതല സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ പുരോഗതി, വളർച്ച അതുണ്ടാവണം. അവിടെയാണ് ആർലേക്കറും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള വ്യത്യാസം. സംഖ്യയാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ താൻ സംഖ്യയാണ്, എന്നും സംഖ്യയാണ്, മരിക്കുന്നതിന് സംഖ്യയാണ്. പക്ഷേ ഞാൻ ഒരു ഗവർണറായാൽ ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത് എന്തൊക്കെ നല്ലത് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നവനാണ് എന്നാണ് ആർലേക്കർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളം മുന്നോട്ട് പോകും. ഇതിന്റെ പേരിൽ പിണറായി വിജയൻ RSSുമായിട്ട്, സംഘികളുമായിട്ട് ഉണ്ടാക്കി, ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെ മാപ്രകൾ വ്യാഖ്യാനിക്കാം. അതെ, നിങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ കരഞ്ഞു തീർക്കുക. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച നവകേരളത്തിന്റെ വികസന രേഖയിൽ ഇനി എന്തൊക്കെ വേണം, കേന്ദ്രത്തിന്റെ സഹായം നിർബന്ധമായിട്ട് വേണം. അതിനുവേണ്ടിയുള്ള ഒരു യോഗമാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ നടന്നത്. അതിന് പിന്നിൽ ഒരു വലിയ അണിയറ പ്രവർത്തനമുണ്ട്. അത് KV തോമസിന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് പിന്നെ എന്ന് ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണിത്. KV തോമസ് അവിടെ വെറുതെ ഇരിക്കുകയല്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് ഒത്തിരി ബന്ധങ്ങളുണ്ട് ഡൽഹിയിൽ. അത് ഇപ്പോഴത്തെ BJP ഗവൺമെന്റുമായിട്ട് ബന്ധങ്ങളുണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരള ഹൗസിൽ നടന്ന ഈ വളരെ സുപ്രധാനമായ, അതിപ്രധാനമായ ഈ ഒരു യോഗം. ഒരു മുഖ്യമന്ത്രിയെ കാണാൻ കേന്ദ്ര ധനകാര്യമന്ത്രി ഇങ്ങോട്ട് വരണമെങ്കിൽ, അത് ഗവർണർ കൂടി പങ്കെടുത്തിട്ട് നടക്കണമെങ്കിൽ അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. അത് നടന്നു, സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഗുണം കേരളത്തിന് ഉണ്ടാകും. നമുക്ക് കാത്തിരുന്ന് കാണാം.